വ്യക്തിഗതമായിരിക്കുന്ന ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് സമഷ്ടിഗതമായ ഒരു അറിവിനെ നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. വ്യക്തിയെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. അപ്പോൾ ചെറുതിൽ ചെറുതായിരിക്കുന്ന ഒരു ജീവിയിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ഗുരു പറയുകയാണ്, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്ന്. ഇത് വരുത്തരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയില്ല, വരുത്തരുതെന്നുള്ള അത്തരത്തിൽ ഉള്ള ഒരു അനുകമ്പ സദാ എല്ലാ സമയവും എൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അനുകമ്പ നഷ്ടപ്പെട്ട ഒരു ജീവിതം മരുഭൂമി പോലെയാണ്. ആ മരുഭൂമിയിൽ പച്ചപ്പില്ലാത്തൊരവസ്ഥ എത്രമാത്രം ജീവിതത്തെ പ്രയാസപൂരിതമാക്കുന്നതാണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികർക്ക് മനസ്സിലാകാവുന്ന കാര്യമാണത്. ദാഹിച്ച് വലഞ്ഞ വ്യക്തികൾ എവിടെയെങ്കിലും ഒരു മരിപ്പച്ച കാണുന്നുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടേയിരിക്കും. തണലിനും ദാഹം തീർക്കാനൊക്കെ ആയിട്ട് അവർക്ക് ഒരു മരുപ്പച്ച ആശ്വാസദായകമായിരിക്കും. അതുപോലെയാണ് ഹൃദയത്തിൽ അനുകമ്പയുണ്ടെങ്കിൽ ആ ഹൃദയം നനവുള്ള ഒരു പ്രവിശ്യയാണ്. ആ നനവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സുഗന്ധവും നഷ്ടപ്പെട്ടു.